ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ഊട്ടി വ്ളോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കണത് എന്തിനാ ഊട്ടി വ്ളോഗ് കാണിച്ചു തരാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ഊട്ടിക്ക് പോയ ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 7 മണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇക്കോൻ്റെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ കേട്ട് ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. രാവിലെ ആയിട്ടാണോ എന്തെനിക്ക് അറിയില്ല. നമ്മൾ ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്താനായിക്കണം. ഇനി എത്ര ഉണ്ട് പോവാൻ? 300 കാതോ 300 കാതോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ചോദിച്ചോക്ക്. അങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഊട്ടിയെത്തി. 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. ഇവിടെ ഇക്കുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, January 20. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് എൻ്റെ ചിലവാണ്. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ. വീഡിയോ എടുക്കണ കാണുമ്പോൾ കണ്ണട വെക്കണ ആള്, അതാണ് ഈ മനുഷ്യൻ. ഏത് സാധനം അറിയാം. എൻ്റെ ട്രീറ്റാന്ന് പറഞ്ഞപ്പോ ഫുള്ള് മുതലാക്കുക. ബോട്ടിങ് ഊട്ടി ഫുള്ള് കുതിരപ്പുറത്ത് ചുറ്റി അത്രേ. ഗൈസ്, നമ്മൾ ഊട്ടി എത്തി. നല്ല തിരക്കുണ്ട്. ഊട്ടിയിലെത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിങ്ങിലാണ് പോയത്. അപ്പോൾ ബർത്ത്ഡേ ബോയിൻ്റെ ആഗ്രഹമല്ലേ, അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരിത്. അപ്പം അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ സൺഡേ അല്ല പോയത്, വെനസ്ഡേ പോയതുകൊണ്ട് തോന്നുന്നുണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പെഡൽ ബോട്ടിലാണ് കയറിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ബോട്ടിങ്ങിലാണ് നല്ല രസമുണ്ട്. ഇവിടെ ഉച്ചൻ്റെ ടൈമാണെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം വിറച്ചിട്ടാണ് നടക്കുന്നത്. ഗൈസ്, ഞങ്ങൾ സ്പീഡ് ബോട്ടല്ല എന്തെങ്കിലും പേര്, പെഡൽ ബോട്ടിൽ കയറി വരികയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമായോ? ഉണച്ചിയേ ഇനിയും കയറാറുണ്ട് നിൽക്കുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. പക്ഷേ ട്രെയിൻ എങ്ങോട്ടോ പോയി. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടും ട്രെയിൻ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുതിരപ്പുറത്ത് കയറാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് പോയി. അവിടെ കുറേ കുതിര നിൽക്കണോണ്ട് ഏതിൻ്റെ പുറത്തൊക്കെ കയറണ്ടേ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സെലക്ട് ചെയ്തൊരു കുതിരൻ്റെ പുറത്ത് കയറി. സത്യം പറഞ്ഞതും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി, ഇക്കുനും നല്ല ഇഷ്ടമായി. പക്ഷേ കുറച്ച് ദൂരം മാത്രമുള്ള കുതിര ഞങ്ങളെ വെച്ച് നടന്നത്. പിന്നെ ഞങ്ങൾ കുതിരനെ വല്ലാതെ കഷ്ടപ്പെടുത്തിയില്ല. കുതിരനെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നൈറ്റ് വാക്കിന് ഇറങ്ങിയിട്ടാണ്. സംഭവം എന്താണ്ടായത് വെച്ചാൽ കുതിരപ്പുറത്തുനിന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂം എടുത്തിട്ട് രാത്രി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ക്ലിപ്സൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ ഇതാ നല്ല രസമുണ്ട് ഹോട്ടല്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ തന്നെ തിരിച്ചു പോയിട്ടോ. പിന്നെ അന്ന് രാത്രി 12 മണിക്ക് ഞാൻ ഇക്കുവിന് സർപ്രൈസ് കൊടുത്തു. ഞാൻ ശരിക്കും വിചാരിച്ച ആൾ സർപ്രൈസ് ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒക്കെ നടന്നു. ആൾ നല്ല സർപ്രൈസായി. പിന്നെ ആ ഷർട്ടൊക്കെ ഞാൻ ബാഗിൽ മെല്ലെ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ആൾക്കൊരു ഡൗട്ടും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് പിന്നെ ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ അവിടെ വെച്ചിട്ട് നടന്നു. എന്തായാലും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് ഞങ്ങൾക്ക്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ എണീച്ചിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഹങ്കർ ഫോർഡിക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പേര് കേട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. എനിക്ക് പറഞ്ഞേന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ നിന്ന്. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഈ പോണ വഴിയൊക്കെ ഉണ്ടല്ലോ നല്ല പേടിയാവും. അതായത് വേറൊരു വണ്ടി ഒന്നും വരുന്നില്ല, നമ്മളെ വണ്ടി മാത്രം ഉണ്ട് പോണു. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞൊരു പ്ലേസ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെത്തി.
എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട് ഇത്ര. ഒരാൾക്ക് 100 രൂപയാണ് അവർ ഫീ പറയുന്നത്. പക്ഷേ അതിന് മാത്രമുള്ളൊന്നും ഞങ്ങൾക്ക് അവിടെ തോന്നിയില്ല കേട്ടോ. എന്താ രസമുണ്ട് കാണാൻ, പ്ലേസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ 100 രൂപ വെച്ചിട്ട് കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് തോന്നിയില്ല അവിടെ. പിന്നെന്താ, നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. നമ്മളെ മെയിൻ ലക്ഷ്യം അതാണല്ലോ, എവിടെ ചെന്നാലും ഫോട്ടോസും വീഡിയോസും എടുക്കുക. എൻ്റെ മെയിൻ ലക്ഷ്യം അതാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഹംഗർ ഫോർട്ടിലാണ്. ഇവിടെ എൻട്രി ഫീസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറേ നേരം നിന്നു. കുറേ ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. ഇതിനാണല്ലോ നമ്മൾ മെയിനായിട്ട് പോണേ. പിന്നെന്താ, അവിടെ കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നുമില്ല, കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്കൊന്നും ഈ സ്ഥലം അറിയില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം അത്യാവശ്യം കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴിക്കാണ് ഇവിടെ കുറേ മങ്കികൾ ഇരിക്കണം കണ്ടത്. അപ്പോൾ ഇക്കൂനൊരു പൂതി, മങ്കിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, പാവങ്ങൾ വിശന്നിരിക്കല്ലേ. അപ്പോൾ ആളെന്ത് ചെയ്തു, ഞങ്ങളടുത്തുണ്ടായിരുന്ന ഒരു മുറുക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിന് ഇട്ട് കൊടുത്തു. ആ മങ്കിയാണെങ്കിൽ ഒരു പാവം മങ്കി അടങ്ങിയിരുന്ന് കഴിക്കുന്നുണ്ട്, തട്ടി പറിക്കണമൊന്നുമില്ല. അവിടെ വേറെയും കുറേ എണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ആരും വരുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.